വലിയ ഭാഗ്യമാണ്. മലയാളം കണ്ട ഇക്കാലത്തെയും ഏറ്റവും വലിയ 2 എഴുത്തുകാർക്ക് നടുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുക. സ്വാമി അപ്പുറത്ത്, ശ്രീനേട്ടൻ അപ്പുറത്ത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് സ്വാമി സാറ് ആദ്യമായിട്ട് സംവിധാനം നിർവഹിക്കുന്നത്. അപ്പോൾ ഒരു പ്രായവും ഒരു സമയവും വൈകിയതല്ല. സ്വാമിയുടെ ഈ തീരുമാനം കുറച്ച് വൈകിപ്പോയോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്. കാരണം ഒരു സിനിമ സംവിധാനം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്നെയും സംവിധാനം ചെയ്യാൻ പറ്റുമായിരുന്നു. എത്ര എണ്ണിയാലൊടുങ്ങാത്ത സൂപ്പർ ഹിറ്റുകൾ, മെഗാ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള എഴുത്തുകാരനാണ്. അപ്പോൾ എന്നേ അദ്ദേഹത്തിന് സംവിധാനത്തിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് തിരഞ്ഞെടുത്തത് സമയം കുറച്ച് വൈകിപ്പോയി എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയവും വൈകിയതല്ല. പിന്നെ ശ്രീനിയേട്ടൻ ഇപ്പുറത്തിരിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ പറയാം, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാറുണ്ട്. അപ്പോൾ സ്വാമി സാറിൻ്റെ നിന്ന് തന്നെ അത് തുടങ്ങാം. സ്വാമി, എന്താണ് ഇപ്പോ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം? സ്വാമി സാർ എത്ര പടം എഴുതിയിട്ടുണ്ട് ജോർജ് സാർ? ഞാൻ ഇപ്പോൾ ഉണ്ണി പറഞ്ഞ പോലെ എനിക്കൊരു സംവിധാനം എന്ന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അതിന് സാഹചര്യത്തിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നു, സന്ദർഭത്തിൻ്റെ പ്രോബ്ലം ഉണ്ടായില്ല. പക്ഷെ എനിക്ക് തോന്നിയില്ല. അതാണ് പിന്നെ തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ വിചിത്രമായ ഒരു തോന്നലാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് മമ്മൂട്ടിയുടെ സെറ്റിൽ പോയി, മമ്മൂട്ടിയെ കാണാൻ. അപ്പൊ ഞാനിങ്ങനെ രഞ്ജിത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടി. അപ്പൊ ഇങ്ങനെ ഞാൻ മമ്മൂട്ടിയോട് പറയും, മമ്മൂട്ടി എനിക്കൊരു പടം സംവിധാനം. അപ്പൊ പുള്ളി ചിരിച്ചു. തനിക്ക് തന്നെ ആകായിരുന്നല്ലോ, എന്നിട്ട് എത്ര താമസിച്ചു, എന്നിട്ട് ഇപ്പൊ തോന്നാൻ കാര്യം എനിക്കറിയില്ല, എനിക്ക് ഇപ്പോഴാ തോന്നി. അപ്പൊ പറഞ്ഞു പുള്ളി, ഞാൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ 3-4 കാര്യങ്ങൾ എനിക്ക് പറയണം. ഞാൻ ഇതുവരെ എഴുതിയ ജേണലിൽ പെട്ട ഒരു കഥയാവരുത് ചെയ്യാൻ. ഇതുവരെ തൊടാത്ത ഒരു സബ്ജക്റ്റ് വേണം ഞാൻ ചെയ്യാൻ. പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനം, ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ട് ആ കഥ എഴുതാൻ പാടില്ല. ഇതിനു മുമ്പ് ഞാൻ എഴുതിയ കഥകൾ പലതും ആർട്ടിസ്റ്റുമാരെ മനസ്സിൽ കണ്ടിട്ട് ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതങ്ങനെ എഴുതരുത്. താൻ കഥ എഴുതിയതിനു ശേഷം ആ കഥയിലെ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ആർട്ടിസ്റ്റിനെ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം, ഈ കഥയിൽ തന്നെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അത് നിർബന്ധമാണ്. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു സിനിമ ചെയ്തെന്ന് ആൾക്കാർ ചോദിക്കാനിടയായാൽ അതിലൊരു കാരണവും കാര്യവും ആ സിനിമയിൽ ഉണ്ടാകാം. അത് കേട്ടപ്പോൾ എനിക്കൊന്നും അറിയില്ല, കാരണം അന്ന് എൻ്റെ മനസ്സിൽ ഇത് ഒരു കഥയൊന്നും ഉണ്ടായില്ല. അങ്ങനെ കുറേ നാൾ, ഒരുപാട് നാൾക്ക് ശേഷം ഈ കണ്ണൂർ സ്കോഡിൻ്റെ സെറ്റിൽ ഞാൻ വീണ്ടും മമ്മൂട്ടി കണ്ടു. അപ്പം ഞാൻ പറഞ്ഞ ഒരു ലൈനായിട്ടുണ്ട് മനസ്സിൽ. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു. 4-5 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. പുള്ളി ഒരു നല്ല സംഭവം, ഞാൻ ശരിക്കും വർക്ക് ചെയ്തു, നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് മാത്രം പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ചില മനസ്സിൽ ചില രൂപങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും ശരിയാണ്, ഞാൻ ശരിക്കും തൻ്റെ എല്ലാ എഫേർട്ടും ഈ പ്രോജക്റ്റിൽ താൻ